അതല്ല ഞങ്ങളിവിടുന്ന് ഉമ്മ മുടിമേ കണ്ട മുടി കടിച്ചു പൊട്ടിക്ക് മുടി കടിച്ചു പൊട്ടിച്ച് ദൈവമേ അതെടുക്കല്ലേ എടുക്കണ്ട. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഡിസ്ചാർജായി വീട്ടിലെത്തി. അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് ഈ വീഡിയോ എടുക്കണം. നല്ല രസമുണ്ട്, നല്ല നേരം പോക്കുണ്ട്. അമ്മാമ്മയ്ക്ക് അതെ എനിക്കും അതെ നല്ല നേരം പോക്കുണ്ട്. രണ്ടും എങ്ങനെയുണ്ട് അമ്മച്ചിക്ക് ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് വീട്ടിലത്തെ എക്സ്പീരിയൻസ്? നല്ല സുഖം. ഒരാൾ ഉറങ്ങുമ്പോ അടുത്ത രണ്ടുപേരും ഉറങ്ങണി, ഒരാൾ എനിക്ക് കഴിഞ്ഞാൽ ആള് നോലിക്കുമ്പോ അടുത്ത ആൾ എനിക്ക്, പിന്നെ മറ്റേതാള് ഉറങ്ങി ഒരാൾ ഉറക്കാൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അമ്മയ്ക്ക് കിടക്കാനേ നേരില്ല, റെസ്റ്റ് ഇല്ല. ഇപ്പുറത്ത് നൊലോളി കഴിഞ്ഞ് ഇപ്പുറത്ത് ഉറക്കി കഴിയുമ്പോ അപ്പുറത്ത് നൊലോളി ഇടും. അപ്പൊ അപ്പുറത്തേക്കോ രണ്ടാണത്തിനെ കുളിപ്പിക്കില്ല, അമ്മേനെ കുളിപ്പിക്കില്ല. ഇതൊക്കെ കഴിഞ്ഞതേ നേരം 1 മണി ആവാറായി. ഇനി പൂച്ചക്കാലത്ത് അതേ ആദ്യം പുതിയ തുടങ്ങണം. രാത്രി കണ്ണിന്റെ ബോളടിക്കാൻ പറ്റണില്ല. രാത്രി ഇപ്പൊ ഞങ്ങള് രണ്ടുപേരെ കുളി കഴിഞ്ഞിട്ടാ. ഞാനും റെഡ്, ആദ്യം ബേബി റെഡ്. ഞങ്ങൾ രണ്ടുപേരും മാച്ച് അല്ലേ. ഇപ്പൊ തന്നെ കുളിച്ചിട്ടുള്ളൂ. ഇവിടെ ഉണ്ണിയാ നമ്മുടെ ഉണ്ണി എവിടെയാ? ഉണ്ണി ഉറങ്ങിന്ന് പറഞ്ഞേ. ഉമ്മ തന്നെ അമ്മക്ക്. ഉമ്മ മുടിമേ കണ്ട മുടി കടിച്ചു പൊട്ടിക്ക് മുടി കടിച്ചു പൊട്ടിച്ച് സോപ്പ് ഇടാൻ വന്നവൻ ഷോപ്പ് അവന്റെ സ്നേഹപ്രകടനം ചീത്ത. ഒരാൾ ഉറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോ ഒരാളൊരു കണക്കിന് ഉറക്കും. അപ്പൊ അടുത്ത ആള് ഇരിക്കും. അടുത്ത ആളെ ഉറക്കി കഴിയുമ്പോ അടുത്ത ആള് ഇരിക്കും. ഇതിൽ ഉറങ്ങാൻ പറ്റണില്ല എന്നുള്ള സത്യം. ഇവനാണെങ്കിൽ ഇങ്ങനെ ഞൊളഞ്ഞ് ഇത് കണ്ട. ഇവിടെ ഒരു അതന്നെ അപ്പാപ്പനെ ഉറങ്ങി കിടക്കാം. അപ്പാപ്പനെ ഉറക്കത്തിന്ന് എഴുന്നേപ്പിച്ചിട്ട് കളിക്കാൻ പോവാന്ന്. ബോൾ എടുത്തു കൊടുക്കല്, കാർ ഓടിക്കല്, രാത്രി 1 മണി 1:45 സമയത്ത് നടക്കണ പരിപാടികൾ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ എനിക്ക് ഇവന് വാശി. എന്താ ചെയ്യാ? എന്നാ കുഞ്ഞിതാണെങ്കിലോ, ചെറുത് ഉണ്ണിയാണെങ്കി എന്നിട്ടാണ് ഒരു അപ്പിടലും കഴിഞ്ഞ അവനപ്പ കരച്ചിലോട് സാധനം നമ്മുടെ ഉണ്ണിയാ. അമ്മാമിക്ക് നിക്കല്ലേ അങ്ങനെ. അമ്മാമിക്ക് അല്ലേ പൂവാ വാതിൽ തുറന്നിട്ടുണ്ട്. പോവാല്ലേ രണ്ടുപേരുടെ മക്കളെയും അമ്മേനും കുളിപ്പിക്കല് കഴിഞ്ഞു. രാവിലത്തെ കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കാലെ തുടങ്ങണം. രാത്രി 2 എണ്ണം ഉറങ്ങിട്ടില്ല, കണ്ണിന്റെ പോലെ അടച്ചിട്ടില്ല. ആദംകുട്ടനോട് എന്നിട്ട് പറഞ്ഞ റോബോട്ടിന് എടുക്കരുത് പറഞ്ഞ നിന്നോട്. നമുക്ക് കറണ്ട് ഉണ്ട് അതുമ്മേ ഇത് ഓൺ ചെയ്യ, അതും പിടിച്ച് വലിക്കുക. അതാണ് മെയിൻ പരിപാടി. അടി ഇട്ടോട്ട് അത് വേവിക്കിപ്പോ അടി. നിനക്ക് അടി ഇട്ടു. പോ ആദംകുട്ടാ അന്വേഷണത്തിന് പോയേക്കാ. ആദത്തിന് ദൈവമേ ആ കൊച്ചിനെ പേടിപ്പിക്ക് നീ. അത് നീ കാണിക്കണേ. ഉമ്മക്ക് ഇപ്പൊ കേറിയിരിക്കൂട്ട അടുത്ത്. അതന്നെ അയ്യോ അത് കടിയാ. അമ്മാമയ്ക്ക് കടിയാ. കടി അമ്മാമ്മയുടെ കൂടെ പോണ സ്കോട്ട്. ബോഡി ഗാർഡാണ് അമ്മാമയ്ക്ക്. ബോഡി ഗാർഡ് അമ്മാമ ഉണ്ണിനെ വേണം ചെയ്യണ്ടോന്നൊക്കെ പോണ. ബൈ ബൈ ടാറ്റ. അമ്മാമ 2 ഉണ്ണികളെ പിടിക്കണം. ദൈവമേ അതെടുക്കല്ലേ എടുക്കണ്ട. ഉറങ്ങാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വീഡിയോ എടുക്കണം. രണ്ടുപേരും കൂടി എനിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം രണ്ടുപേരും വാശി പിടിക്കലായിരിക്കും. ഒരാളിപ്പോ ഉറങ്ങണ സ്ഥിതിക്ക് ഒരാളെ ഉറങ്ങേണ്ട സമയം അയക്കണ്ട. എന്നിട്ട് ഇങ്ങനെ നടക്കണ്ട. പിന്നാലെ ഇപ്പൊ മാറി പിടിക്കാനാണെങ്കിൽ ഒരാളില്ല. ഞങ്ങള് രണ്ടുപേരും കൊണ്ട് ഞാൻ നടക്കണേ.
അതിന്റെ ഇടയ്ക്ക് ബാക്കിത്തെ കാര്യങ്ങളൊക്കെ നടക്കണം, എല്ലാരും ചെയ്യണം. അതുകൊണ്ട് അമ്മച്ചിക്കോട്ട് റെസ്റ്റ് ചെയ്യണ്ട. കണ്ട കണ്ട ഭയങ്കര വാശി, ഭയങ്കര കുറുമ്പൻ ചെക്കൻ. ചീത്താറിന്റെ അമ്മമ്മോട് പറയും അടി അടി അടി. അച്ചാച്ചൻ മോനെവിടെയാ? അച്ചാച്ചനെ വിളിച്ചോണ്ട് നടക്കുന്നുണ്ട്. കാലത്ത് എനിക്ക് തുടങ്ങിയത് അച്ചാച്ചൻ ആന്റി ഇവിടെ ഇല്ല, അപ്പൊ അച്ചാച്ചനെ വിളിച്ചോണ്ട് നടക്കുന്നുണ്ട്. അച്ചാച്ച അച്ചാച്ച. കാലത്ത് ഉണ്ടാക്കിയ കടച്ചക്കൊപ്പേരി കേട്ടാ, അതുണ്ടതേ. പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായി, ഞാൻ കഴിച്ചിട്ടില്ല. എത്ര നേരമായിട്ട് പുഴുങ്ങിയത് അവിടെ ഇരിക്കുക. 30. കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എത്ര ആഴ്ചയിലാണ് ഡെലിവറി നടന്നതെന്ന്. കുറച്ചൊക്കെ ഞാൻ കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. 37 ആഴ്ച ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഡെലിവറി നടന്നത്. പിന്നെ ഇത് രണ്ട് നോർമലായിരുന്നു. ഫസ്റ്റാണ് സിസേറിയൻ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോർമൽ ഡെലിവറി ആയിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നോർമലായി കിട്ടി. പിന്നെന്താണ്, പിന്നെ അങ്ങനെ ഉണ്ണിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് അവർ വിട്ടത്. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. നോർമലായതുകൊണ്ട് തന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയി. പിന്നെ വെയിറ്റ് കുറവാണ് അവന്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു വെയിറ്റ് വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊന്നും പ്രശ്നമില്ല, ഹെൽത്തി തന്നെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഡോക്ടറുടെ എല്ലാ പേഷ്യന്റിനും വെയിറ്റ് കുറപ്പിക്കാറ് അവിടെ ഈ കുഴിക്കാട്ടുശ്ശേരി ഹോസ്പിറ്റലില് മിക്കതും നോർമൽ ഡെലിവറി തന്നെയാട്ടാ. മാക്സിമം ആള് ട്രൈ ചെയ്യും നോർമൽ ഡെലിവറിക്ക്. അതന്നെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ആദം ബേബിയുടെ ഡെലിവറി നമുക്ക് അവിടെയായിരുന്നു. ഡെലിവറി എവിടെയായിരുന്നു ആദം ബേബിയുടെയും ഇങ്ങനെ തന്നെ ഫ്ലൂയിഡ് ലീക്കിംഗ് ആയിട്ട് പോയി. രാത്രി 11 മണിക്കായപ്പോൾ പോയിട്ട് പിന്നെ വെളുപ്പിനായപ്പോഴാണ് ഒരു 7 മണിക്കായപ്പോഴാണ് ഡെലിവറി നടന്നത്. ആദം ബേബിയുടെ അങ്ങനെ 7 മണിയൊക്കെ ആയപ്പോഴാണ് നടന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ബേബിയുടെ ഒരു പെട്ടെന്നൊരു വേദന വന്നു, പെട്ടെന്നൊരു പ്രസവം നടന്നു. എന്നിട്ട് സംഭവിച്ചെന്ന് എനിക്ക് ഇങ്ങനെ വിളിക്കണേ അമ്മാമ്മ. അതല്ല, ഞങ്ങൾ ഇവിടുന്ന് പോണതിന് മുന്നേ കൊച്ചു അമ്മാമ്മയുടെ വെയിറ്റ് കുറച്ചിട്ട് പോകണം എന്നുള്ള പരിപാടിയിലാണ് കൊച്ച്. എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ട് കിടക്കും, വായോ അമ്മ വായോ. അതായത് ഞാൻ ഇവിടെ ഇരിക്കണുണ്ടായിഞ്ഞാൽ അവൻ വലിച്ചുകൊണ്ട് കിടക്കലായിരുന്നു ഡെലിവറിക്ക് മുൻപ്. പക്ഷെ ഡെലിവറി കഴിഞ്ഞാൽ ഈ പാദം ബേബിക്ക് ഫുള്ള് മാറ്റായി. ഞങ്ങളിവിടെ പീഡിയാട്രീഷനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇവൻ രാത്രി മാറി കിടക്കില്ല, അമ്മച്ചിയുടെ കൂടെ എൻ്റെ കൂടെ തന്നെ കിടക്കുള്ളൂ, അമ്മച്ചിയുടെ കൂടെ കിടക്കില്ല. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുള്ള ടെൻഷനായിരുന്നു. അപ്പോൾ പീഡിയാട്രീഷനെ കണ്ടപ്പോൾ അതിനോട് പറഞ്ഞുട്ടാ, അതൊന്നും നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ വേറൊരു ഉണ്ണി നിൻ്റെ അടുത്ത് വന്ന് എടുക്കണ കാണുമ്പോഴൊക്കെ അവൻ ഓട്ടോമാറ്റിക്കലി മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ആദം ബേബിക്ക് ഇപ്പോൾ വലിയ വാശിയൊക്കെ ഉണ്ട്, എന്നാലും മാറി അമ്മച്ചിയുടെ കൂടെ കിടക്കണുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉണ്ണീനെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും, ഉമ്മ കൊടുക്കും. പിന്നെ അവൻ അതിനുള്ള അറിവെല്ലാം ആയിട്ടുള്ളൂ, അപ്പോൾ അവൻ ചിലപ്പോൾ പിടിച്ചു വലിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അതിപ്പോൾ ഹസിക്കുട്ടൻ വന്നാലും രണ്ടുപേരും കൂടി ബെഡ്റൂമിൽ കയറിയിരിക്കും, അപ്പുറത്തും ഇപ്പുറത്തും. കടച്ചക്കുപ്പേരി വെച്ചു, പിന്നെ മുട്ട ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി, ചോറുണ്ടല് അല്ല കാലത്തെ പരിപാടി കഴിഞ്ഞു. പക്ഷെ ഉച്ചക്കിലത്തെ 1 മണിയായിട്ടും മീൻ വെള്ളത്തിലിട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉറങ്ങിയാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ രണ്ടുപേരും ഉറങ്ങിയില്ല. രണ്ട് പൈപ്പില് വെള്ളം വരാണ്ട് അതിന്റെ അത് ശരിയാക്കാൻ വേണ്ടി പണിക്കാരൻ വന്നു. അപ്പൊ ഇവൻ പിന്നെ പണിക്കാരന്റെ പിന്നാലെ അയാളുടെ സാധനങ്ങൾ ഓരോന്ന് എടുത്തുകൊണ്ടും അത് നമ്മൾ തിരിച്ചു വയ്ക്കാൻ പോണം. അങ്ങനത്തെ പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഉച്ചക്കിലത്തെ ഈ സത്യത്തില് ഒന്നും വെച്ചിട്ടില്ല. മീൻ വെള്ളത്തിൽ കിടക്കാം. ഉറങ്ങിയാലും എനിക്ക് മീൻ നന്നാക്കാൻ പറ്റുള്ളൂ. ഞാൻ മിച്ചോട് പറഞ്ഞുള്ളത് വെച്ച് നമുക്ക് വല്ല ചമ്മന്തി അതിലും കൂട്ടി ചോറാണ്. ഇപ്പൊ നമുക്ക് വലിയ ഇത്തിരി എടുത്ത് വറുത്താലും പിന്നെ കടച്ചപ്പേരി സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പൊ അതൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഉറങ്ങി കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് കറി വെക്കാലോ. അതന്നെ മീൻ വറുക്കാനായിട്ടുണ്ട് കേട്ടോ. അവര് രണ്ടുപേരും ഉറങ്ങി. മീൻ വറുക്കാനായിട്ടുണ്ട്. മീൻ കറി വെക്കാനല്ലേ കഴിഞ്ഞാല് പണി കഴിഞ്ഞു. അവരെനിക്കിനൊരു മുന്നേ പണി കഴിഞ്ഞ സമാധാനം. പിന്നെ അവന് എനിക്ക് കഴിഞ്ഞ അവനപ്പോൾ പാടത്തേക്ക് പോകണം, പിന്നെ സർക്കീറ്റിന് പോകണം. അങ്ങനെ ഇത്തിരി നേരം പുറത്തേക്കൊന്ന് കൊണ്ടുപോകണം. അങ്ങനെ ഭയങ്കര വാശിയായിരുന്നു. അപ്പം കൊച്ചു റോഡ് സൈഡിൽ നിന്ന് ഇവിടെ വന്ന് കൊച്ചിനൊന്നും കാണാൻ പറ്റാത്ത തന്നെ. ഇവിടെ റോഡുണ്ട്, പക്ഷേ വാഹനങ്ങൾ പോകാൻ വഴിയല്ല. അങ്ങനെ കാരണം കൊണ്ട് കൊച്ചിന് ഇറങ്ങും, പുറത്തേക്കൊന്ന് കറങ്ങണം. പിന്നെ ഉറങ്ങിയിരിക്കുമ്പോഴേക്കും പണി വെച്ചിട്ട് അവനെ കൊണ്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴ പൊടിയുന്നു കേട്ടോ. രാവിലെ തുടങ്ങി
ഇങ്ങനെ ഇരുട്ട് മൂടി നിന്നിട്ട് ചെറുതായിട്ട് മഴ പൊടിയുണ്ട്, പക്ഷെ ചൂട് നല്ല പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ.